ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ചാനലിൽ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു ടൈപ്പ് സാരികളാണ്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ അത് ഞാൻ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റുമാണ്, ഫ്രീ ഷിപ്പിങ്ങുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അത് എന്തായിരിക്കും എന്ന്. അപ്പോൾ അതുപോലത്തെ സാരികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതെല്ലാം ഖാദി കോട്ടണിൽ വരുന്നതാണ്, അതായത് ബംഗാൾ ഖാദി കോട്ടൺ. അപ്പോൾ ബംഗാളിൻ്റെ സാരികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോട്ടൻ്റെ പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ്. സോഫ്റ്റ്നെസ്സും അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും എല്ലാം നമുക്ക് ഒരിക്കലും അത് ഇവിടെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ബംഗാളിൽ നിന്ന് വരുത്തിയിരിക്കുന്ന സാരികളാണ്, ബംഗാൾ ഖാദി കോട്ടൻ്റെ സാരികളാണ്, നല്ല പ്യുവർ ഖാദി കോട്ടൻ്റെ സാരികളാണ്. ഇനിയിപ്പോൾ അതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഈ സാരികളിലെല്ലാം ചെയ്തിരിക്കുന്നത് പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ബംഗാൾ ഖാദി കോട്ടണിൽ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്ന സാരികളാണ്. എന്നിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 599 ഫ്രീ ഷിപ്പിങ്ങിനും കൂടെ നിങ്ങൾക്ക് ഈ സാരി തരാൻ പോണത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ആലോചിച്ചോണ്ട, ഈ ചൂട് കാലത്ത് എവിടെ വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് സിംഗിൾ ലെയറിലിട്ടിട്ടോ പ്ലീറ്റ്സ് ഇട്ട് കുത്തിയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്ന സാരികളാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാണിച്ച് തന്നെ തരാം. അപ്പോൾ ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോകാം കേട്ടോ. അത് ഫസ്റ്റ് ആണ് നമ്മളുടെ ഫസ്റ്റ് സാരി. നോക്കിക്കേ, 599 ഖാദി കോട്ടണിൽ വരുന്ന സാരിയാണ്. അത് നല്ല പ്യുവർ കോട്ടൺ ആണ്. ഞാൻ സിംഗിൾ ലെയറിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒരല്പം പോലും മിക്സോ യാതൊന്നുമില്ല ഇതിനകത്ത് കണ്ടോ. കോട്ടൺ എന്ന് വെച്ചാൽ പ്യുവർ നല്ല കോട്ടൺ ആണ്. നമുക്ക് ഈ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും എന്തായത് കംഫർട്ടബിളായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഉടുത്തുകൊണ്ട് പോവാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് വരുന്നത് പെയിൻറ്റിങ് ആണ് ഈ വരുന്നത് കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് സംശയം തോന്നുമായിരിക്കും, ഇങ്ങനത്തെ പെയിൻറ്റിങ് വരുമ്പം ഇത് കഴുകുമ്പം പോകത്തില്ല. ഇത് ഗ്യാരണ്ടിയാണ് കേട്ടോ. തുമ്പത്ത് ഇതുപോലെ ടാസിൽസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ബോഡി മുഴുവനും ഈ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ. എങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബോഡി പാർട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. ബോഡി ഫുള്ള് ഇതായി ഇങ്ങനെ വരും കേട്ടോ. ഫുൾ ബോഡിയിൽ ഇതുപോലെ ഇങ്ങനെ വർക്കാണ് വരുന്നത് കണ്ടോ. വർക്കല്ല, ഈ പെയിൻറ്റിങ് ആണ് വരുന്നത് കണ്ടോ. അതിനകത്ത് വേറെ ഡിഫറൻസ് ഒന്നും പറയാനില്ല. ബോഡിയിലോ മുന്താണിയിലോ അങ്ങനെ നമുക്കൊരു ഡിഫറൻസ് ഒന്നും പറയാനില്ല. ഇത് തന്നെ മുന്താണിയിൽ ഫോളോ ചെയ്യുന്നു. മുന്താണിയിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ടാസിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് നോക്കിക്കേ, ഇതാ പ്ലെയിനിലാണ് ബ്ലൗസ് വരുന്നത് കണ്ടോ. കാരണം ഇതിൻ്റെ ബോഡി മുഴുവൻ നമുക്ക് വർക്ക് കിട്ടുന്നത് കൊണ്ട് ബ്ലൗസ് പ്ലെയിനിലാണ് വരുന്നത് കേട്ടോ. ഞാൻ ആ ബ്ലൗസിൻ്റെ പീസ് ഒന്ന് എടുത്ത് നിങ്ങളെ വൺ ലെയറിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും കണ്ടോ. പ്യുവർ ഖാദി കോട്ടൻ്റെ മെറ്റീരിയലാണ് കണ്ടോ. ഇതിനകത്ത് ഒരല്പം പോലും സിൽക്ക് മിക്സോ പോളിസ്റ്റർ മിക്സോ ഒന്നുമില്ല. പ്യുവർ ഖാദി കോട്ടൺ ആണ് കണ്ടോ. കോട്ടൺ മെറ്റീരിയലാണ് ഇത്, പ്യുവർ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സിംഗിൾ ലെയർ ഇട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് അടുക്കി കുത്തിയോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പെയർ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ബ്ലൗസും കൂടെയൊക്കെ തയ്ച്ചിടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കിട്ടുക കേട്ടോ. ഇതിൻ്റെ ബ്ലൗസും കൂടെയൊക്കെ തയ്ച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈ സാരിക്ക് ഭംഗി കിട്ടും കേട്ടോ. അടുക്കി കുത്തിയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ വരും. ഇതിപ്പോൾ ഞാൻ ശരിക്കൊന്നും അല്ലല്ലോ വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇത് നല്ല ബ്ലൗസും ഒക്കെ തയ്ച്ചിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിക്കിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് അപ്പം സാരി വരുന്നത് കണ്ടില്ലേ. ഇത് ഈ ഒരു റേറ്റിന് ഫ്രീ ഷിപ്പിങ്ങിലും ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ചാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു സാരി ഞാൻ നിങ്ങളെ നന്നായിട്ട് നിവർത്തി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പറയേണ്ടത്, പ്രിന്റോ അതിൻ്റെ ഡിസൈനോ അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയോ എല്ലാം കാണിക്കാൻ പാകത്തിന് നിങ്ങളെ നന്നായിട്ട് നിവർത്തി കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനിയുള്ള സാരീസ് ഞാൻ കളേഴ്സ് കാണിച്ചു പോകട്ടോ. എല്ലാ സാരികളും ഇങ്ങനെ നിവർത്തേണ്ട കാര്യമില്ലല്ലോ. നെക്സ്റ്റ് സാരി നോക്കിക്കേ, ഇതാണ് സാരി. ഇതിൻ്റെ കളർ ഇങ്ങനെ കറക്റ്റായിട്ടല്ലല്ലോ കേട്ടോ വരുന്നത്. ഇതിൻ്റെ കളർ വരുന്നത് പിസ്ത ഗ്രീനാണ് കളർ കേട്ടോ. ഞാൻ കുറച്ച് പിസ്ത ഗ്രീൻ കളറാണ്, നിങ്ങളത് വിചാരിച്ചിട്ട് മേടിച്ചോളണം. ഇതിനകത്തൊരു ബ്ലൂവിഷ് ആയിട്ടാണ് വരുന്നത്. ഇതല്ല കളറ്. ഇതൊരുവിധം നല്ല ഒരു പിസ്ത ഗ്രീനാണ് കളർ വരുന്നത് കേട്ടോ. അത്രയ്ക്ക് ഡാർക്കല്ല, എന്നാലും ഇതല്ല കേട്ടോ കളറ്. പിസ്ത ഗ്രീനാണ് കളറ്. പ്രിന്റ് ഇത് തന്നെയാണ് വരുന്നത്. എന്നിട്ട് താഴത്തതായി ടാസിൽസും വരും വരുന്നത് കേട്ടോ. എൻ്റെ കളറ് ഗ്രീനാണ് കേട്ടോ. പിസ്ത ഗ്രീനാണ് കളറ്. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഈ കളറിൽ ബ്ലൗസ് വരും കേട്ടോ. നെക്സ്റ്റ് സാരി നോക്കിക്കേ, ഇതാണ് വയലറ്റ് ഷെയ്ഡിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഈ സാരികൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് പ്രത്യേകിച്ച് മുന്താണിയിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഈ സെയിം പെയിൻറ്റിങ്, ഇതെല്ലാം പെയിൻറ്റിങ് ആണ്. ഈ പെയിൻറ്റിങ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുവാണ്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് ഒന്ന് ക്ലോസറായിട്ട് നോക്കിക്കോളൂ. മറ്റതിലും കുറച്ച് ചെറുതായിട്ടാണ് ഇതിൻ്റെ പെയിൻറ്റിങ് വരുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിഫറൻസ്.
ഇങ്ങനെ വരും. നല്ല ഒന്നാം തരം കോട്ടൺ ആണ്. 599 ഈ സാരി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല സാരിയാണ് കേട്ടോ. കണ്ട അതാ കണ്ട ടാസൽസ് ഇതാ ഇങ്ങനെ വരും. ബ്ലൗസ് പീസാണ് ഈ കാണുന്ന പ്ലെയിനിൽ വരുന്നത്. ഇതെല്ലാം ഇതിനകത്ത് ഒരു ചെറിയൊരു ഡബിൾ ഷെയ്ഡ് പോലെ ഒരു ബ്ലൂവിഷിൻ്റെയും കൂടെ ഒരു ടിൻറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. അല്പം പോലും മിക്സ് ഇല്ല കേട്ടോ, ഒരു മിക്സ് പോലും ഇതിനകത്തില്ല. നല്ല അടിപൊളി സാരിയാണ്. ഇതാണ് സാരി വരുന്നത് മൂന്നാമത്തേത്. ഇതാ നെക്സ്റ്റ് സാരി നോക്കിക്കേ, നല്ല നേവി ബ്ലൂവിൽ വരുന്ന സാരി. അതാ നോക്കിക്കേ, ഡാർക്ക് നേവി ബ്ലൂവിൽ. ഇതിൻ്റെ പ്രിൻ്റ് ആദ്യത്തെ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. വലിയ ഫ്ലവേഴ്സാണ് പെയിൻറ്റിങ് ആയിട്ട് വരുന്നത്. ഇതാ ഇങ്ങനെ ഇതിനകത്ത് ടാസിൽസെല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സൈഡ് ഇങ്ങനത്തെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ വരുന്നത് കൊണ്ട്, ഈ പെയിൻറ്റിങ് വരുന്നത് കൊണ്ട് ഇത് സിംഗിൾ ലെയറിൽ ഇട്ടാലും ഈവൻ ഇതുപോലെ നല്ല കുത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ബ്ലൗസും ഒക്കെ തയ്ച്ചിട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ സാരിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ബ്ലൂവിൽ ഡാർക്ക്, അല്ലെങ്കിൽ ആ ഡാർക്ക് വയലറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ഏത് സാരിക്കാണെങ്കിലും എല്ലാം തന്നെ ഒരുവിധം ഡാർക്ക് കളറാണ്. ആ ഒരു പിസ്ത ഗ്രീൻ മാത്രമേ ലൈറ്റിൽ വരുന്നുള്ളൂ. ഇതിനെല്ലാത്തിനും നമുക്ക് വൈറ്റ് ഹെക്കോബയുടെ ഒക്കെ ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. വൈറ്റിൻ്റെ ഹെക്കോബ ബ്ലൗസൊക്കെ ഇപ്പോൾ ഒരുവിധമൊക്കെ എല്ലാവരുടെയും കയ്യിൽ കാണുമല്ലോ. നമ്മൾ ഏതെങ്കിലും സാരിക്കൊക്കെ തയ്ച്ച ബ്ലൗസുകൾ കാണും. അതൊക്കെ ഇട്ടാലും ഇതിന് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഈ സാരിക്ക്. ഇതിനകത്ത് ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ഇതാ പ്ലെയിൻ ബ്ലൂവിലാണ് ബ്ലൗസ് വരുന്നത്. ഞാനിപ്പം കാണിക്കുന്നത് നല്ല പിങ്കിൽ വരുന്ന സാരിയാണ് കേട്ടോ. നല്ല പിങ്ക് ഷെയ്ഡിൽ വരുന്ന സാരിയാണ് സാരി വരുന്നത് കേട്ടോ. നല്ലൊരു പിങ്കാണ് കേട്ടോ, കുറച്ച് ഡാർക്ക് പിങ്ക് തന്നെയാണ് കേട്ടോ. ഇതാ ടാസിൽസിന് ഞാൻ പറഞ്ഞില്ല, ഈ സാരിക്കൊക്കെ ഇങ്ങനെ മുന്താണി വരെ ഈ ഒരു സെയിം ഡിസൈൻ പോയിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. വേറെ ഡിസൈൻ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അല്ലാതെ മുന്താണിയിൽ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയൊന്നും ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇങ്ങനെ വരും. നമുക്ക് ഞൊറിഞ്ഞു കുത്തി കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. കാരണം ഇത് നല്ല ഭംഗിക്ക് ഇരിക്കും. കാരണം ഇത് കോട്ടൺ ആയതുകൊണ്ടേ നല്ല ഭംഗിക്ക് ഞൊറിഞ്ഞു കുത്തി കൊടുത്താലും ആ ഉടുത്തവിടത്തിരിക്കും. അതുപോലെയുള്ളതാണ്. എന്നാൽ തീരെ അങ്ങ് തളതളാന്നും അല്ല, അത്യാവശ്യത്തിനൊരു കട്ടിയുണ്ട് താനും കേട്ടോ. അതാ കണ്ടോ, ഇത്രയും കട്ടിയുണ്ട് ഇതിന്. എന്നാൽ നല്ല സ്മൂത്ത് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ഈവൻ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർച്ച് ചെയ്ത് കുറച്ചും കൂടെ സ്റ്റിഫ് ആക്കുകയും ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഈ സാരി കൊടുക്കാം. എങ്ങനെ വരും. ഇപ്പം ഇന്ന് കാണിച്ചിരിക്കുന്നത് ഇത്രയും സാരികളാണ്. ഈ സാരികളുടെ എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 599 ആണ്. ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്. അപ്പോൾ ഇത്രയും സാരികൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ ഈ സാരിക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് കൊണ്ട് ഒരുപാട് സാരികൾ കൊണ്ടുവന്നിട്ടില്ല, ഒരു 5-6 കൊണ്ടുവന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി എത്ര സാരികൾ വേണമെങ്കിലും ഈ സാരികളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരികൾ പെട്ടെന്ന് പറയുക. ചൂടുകാലത്തിന് പറ്റിയ സാരിയാണ്. അതായത് ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ഈ ചൂടത്ത് നമുക്ക് കുത്തി കൊടുത്ത് ബ്ലൗസും ഒക്കെ ഇട്ട്, ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ വൈറ്റ് ഹക്കോബ ബ്ലൗസ് ഈ സാരിക്ക് എല്ലാത്തിനും ചേരും കേട്ടോ. അപ്പം അങ്ങനത്തെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സെയിം ബ്ലൗസ് വേണമെങ്കിൽ അത് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിലും മതി. ഏതായാലും ഇതിനെല്ലാത്തിനും ചേരും. കാരണം അത് ബോഡി പ്ലെയിൻ ആയിട്ട് വരുന്നത് കൊണ്ട്, വൈറ്റ് ഫ്ലവേഴ്സും വരുന്നത് കൊണ്ട് വൈറ്റ് ബ്ലൗസും ഇതിന് നന്നായിട്ട് മാച്ചായി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് സാരികളുള്ളത്. പെട്ടെന്ന് നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ബുക്ക് ചെയ്തോളൂ. നിങ്ങളുടെ പ്രോഡക്റ്റ് സ്വന്തമാക്കിക്കോളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.